അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم بارك على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا ومنجينا وهادينا ومرشدنا وشفيعنا وإمامنا وقدوتنا وقرة أعيننا محمد كما صليت وباركت على خليلك إبراهيم وآل خليلك إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സച്ചരിതരായ അവൻ്റെ ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു സംഗതിയാണ് ചികിത്സയ്ക്ക് സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥന. കോടികൾ മുതൽ ലക്ഷങ്ങൾ വരെ വലിയ സംഖ്യകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സഹായാഭ്യർത്ഥനകൾ കാണാം. ജനങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്, ചികിത്സ നടക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ എന്തിൻ്റെ ലക്ഷണമാണ്, എന്താണ് ഒരു സമൂഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്ന് അത് സംബന്ധമായ ആലോചനകളിൽ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ചാരിറ്റി ഒരു തൊഴിലാക്കിയെടുത്ത ആളുകളുണ്ട്. അവർ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവരെ കരയിപ്പിച്ചും പലതും പറയിപ്പിച്ച് സംഖ്യകൾ വാങ്ങുന്നവരുണ്ട്, നല്ല നിലക്ക് സഹായിക്കുന്നവരുണ്ട്. മഹലിൻ്റെയോ അമ്പല കമ്മിറ്റിയുടെയോ പള്ളി കമ്മിറ്റിയുടെയോ ഒക്കെ കത്തുമായി നാട് ചുറ്റുന്നവരുണ്ട്. സ്വന്തം നിലക്ക് എൻ്റെ മകന് സുഖമില്ല, മകൾക്ക് സുഖമില്ല, എനിക്ക് സുഖമില്ല, സഹായിക്കണം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലും വാട്സാപ്പിലുമൊക്കെ സന്ദേശങ്ങൾ അയക്കുന്നവരുണ്ട്. ഒന്നുമില്ലാതെ ഇതൊരു തൊഴിലെന്ന നിലക്ക് സ്വീകരിച്ച് അങ്ങനെ വന്ന് കറങ്ങുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഒരു ആരോഗ്യകരമായ സമൂഹത്തിൻ്റെ അടയാളമായിട്ടാണോ നാം മനസ്സിലാക്കേണ്ടത്? രോഗം സ്വാഭാവികമാണ് ഉണ്ടാകും. രോഗമില്ലാത്തൊരു സമൂഹം കഴിഞ്ഞു പോയിട്ടില്ല, പേര് മാറുന്നേ ഉള്ളൂ. എല്ലാ കാലത്തും രോഗങ്ങൾ മനുഷ്യനെ പരീക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് അത് പല വിധത്തിലുള്ള പേരുകളാൽ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് മുതൽ പല വിധത്തിലുള്ള രോഗങ്ങളും മനുഷ്യനെ ഗ്രസിക്കുന്നുണ്ട്. ക്യാൻസർ എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായ ഒരു അസുഖമായി മാറിയിരിക്കുന്നു. അത് വ്യാപകമാണ്. പ്രമേഹം പോലുള്ളത് സർവ്വസാധാരണമാണെന്ന് പറയണം. ഇതുകൂടാതെ മറ്റ് പല അസുഖങ്ങളും, കിഡ്നി സംബന്ധമായ, ലിവർ സംബന്ധമായ അസുഖങ്ങളൊക്കെ പലതുമുണ്ട്. അതിനൊക്കെ പഴയ കാലത്തേക്കാൾ കൂടുതൽ ചികിത്സയും ഇന്ന് ലഭ്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ മനുഷ്യൻ ചികിത്സിക്കേണ്ടതില്ല, രോഗം വരില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റുമോ? രോഗം ആർക്കും വരാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷേ ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും രോഗങ്ങൾ ബാധിച്ചാൽ ഇന്നത്തെ അവസ്ഥ വെച്ച്
അയാൾ അതുവരെ സമ്പാദിച്ചത് മുഴുവനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ചാരിറ്റി മാഫിയകളുടെ കൈകളിൽപ്പെട്ട് അയാൾ അപമാനിതനാകണം. അല്ലെങ്കിൽ ചികിത്സിക്കാതെ ദുരിതം പിടിച്ച ജീവിതവുമായി നരകയാതന അനുഭവിച്ച് മരിക്കണം. അല്ലെങ്കിൽ കടം വാങ്ങി ലോണെടുത്ത് മരിച്ചതിന് ശേഷം കുടുംബം ആ പ്രശ്നങ്ങൾ അനുഭവിക്കണം. ഇങ്ങനെയൊക്കെയാണ് അതിനുള്ള ഓപ്ഷനുകളുള്ളത്. യഥാർത്ഥത്തിൽ ഇതിനെയൊക്കെ മറികടക്കാൻ ഇന്നത്തെ കാലത്ത് സംവിധാനങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ്. ഒരുപാട് കമ്പനികൾ മനുഷ്യൻ്റെ ചികിത്സ പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷേ ഇത് മതത്തിൽ തട്ടി എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമിന് വിരുദ്ധമാണ്, ഹറാമാണ്, പാടില്ല, ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഇതിൽ നിന്ന് ആളുകൾ പിന്മാറുകയും എന്നിട്ട് രോഗം വന്നതിന് ശേഷം ലക്ഷങ്ങളും അതിനപ്പുറമൊക്കെയുള്ള ചികിത്സാ ചെലവുകൾ താങ്ങാതെ കിടക്കുന്ന വീട് വിൽക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ തെരുവിൽ ഇറങ്ങി തെണ്ടേണ്ടി വരുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള അപമാനങ്ങൾ സഹിക്കേണ്ടി വരുന്നു. യഥാർത്ഥത്തിൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമോ മതവിരുദ്ധമോ ധർമ്മവിരുദ്ധമോ ഒന്നുമല്ല. അത് ഇസ്ലാമികമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, തവക്കുലിൻ്റെ ഭാഗമാണ്. നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക എന്നാണ് അർത്ഥം. ഈഖിൽഹാ ഫതവക്കൽ, ഒട്ടകപ്പുറത്ത് കയറി വന്ന ഒരു മനുഷ്യൻ ഒട്ടകത്തെ പുറത്ത് വിട്ടിട്ട് പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ റസൂൽ ചോദിച്ചു, നിന്റെ ഒട്ടകം എവിടെ? അത് ഞാൻ തവക്കുൽ ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ ചോദിച്ചു, എങ്ങനെയാണ് തവക്കുൽ ചെയ്തത്? അത് ഞാൻ പുറത്ത് വിട്ടു, അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. റസൂൽ പറഞ്ഞു, ഇഖിൽഹാ, അതിനെ പിടിച്ചു കെട്ട്, ഫതവക്കൽ, എന്നിട്ട് നീ തവക്കുൽ ചെയ്. നാം ചെയ്യാനുള്ളത് ചെയ്യണം, എന്നിട്ട് തവക്കുൽ ചെയ്യണം. തവക്കുൽ എന്ന് പറഞ്ഞാൽ ഒന്നും കാണാതെ ഇരിക്കലല്ല. തവക്കുൽ എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയമാകലുമല്ല. തവക്കുൽ എന്ന് പറഞ്ഞാൽ അന്ധമായി ഏതോ ഒരു അദൃശ്യമായ സഹായം തനിക്ക് വന്നു ചേരും എന്ന് കരുതി ജീവിക്കലുമല്ല, മറിച്ച് ചെയ്യാനുള്ളത് ചെയ്യലാണ് തവക്കുൽ. നമ്മുടെ ആരോഗ്യം അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ്. നിഅമത്താനി മഖ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സഹത്തു വൽ ഫറാ. പ്രവാചകൻ പറയുന്നുണ്ട്, ആരോഗ്യം വലിയൊരു അനുഗ്രഹമാണ്. അതുള്ള സമയത്ത് നമുക്ക് മനസ്സിലാകില്ല. അത് നഷ്ടപ്പെടുമ്പോഴാണ്, അതിനെവിടെയെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നാം വിലപിക്കാൻ തുടങ്ങുക. പക്ഷേ ആരോഗ്യമുള്ള സമയത്ത് നാം രോഗികളാകുന്നതിനെ സംബന്ധിച്ച്, അഥവാ അങ്ങനെ വന്നു പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ നമുക്കും നമ്മുടെ കുടുംബത്തിനുണ്ടാകണം. രോഗം വരാതിരിക്കാൻ നാം പ്രാർത്ഥിക്കണം, രോഗം വരാതിരിക്കാൻ നാം പ്രവർത്തിക്കണം, രോഗത്തിലേക്ക് എടുത്തിയാടുന്ന പ്രവൃത്തികളൊന്നും ചെയ്യരുത് എന്നൊക്കെ ഇരിക്കുമ്പോൾ തന്നെ രോഗമെന്നത് സ്വാഭാവികമാണെന്നും അത് ഏവരെയും പിടികൂടാമെന്നുമുള്ള ധാരണ നമുക്കുണ്ടാകണം. എന്നിട്ട് ഭാരിച്ച ചികിത്സാ ചെലവുകളിലേക്ക് സ്വയം നഷ്ടപ്പെടുത്താതെ അതിനെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കണം. ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നതിന് അറബിയിൽ തഅ്മീനു സുഹ്ഹി എന്നാണ് പറയുക. തഅ്മീൻ എന്നാണ് ഇൻഷുറൻസിന് അറബിയിൽ പറയുന്ന പേര്, തഅ്മീൻ. അത് അമ്ന് എന്ന ധാതുവിൽ നിന്നുണ്ടായതാണ്. അമ്നെന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം, നിർഭയത്വം എന്നൊക്കെയാണ് അർത്ഥം. ഇൻഷുറൻസ് എന്നതിൻ്റെ ഉദ്ദേശ്യം, ലക്ഷ്യം മനുഷ്യനെ ഭയത്തിൽ നിന്നും ആശങ്കകളിൽ നിന്നും മോചനം നൽകുക എന്നുള്ളതാണ്. എനിക്ക് രോഗം വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഇതൊരു വലിയ ആശങ്കയാണ്. 10, 20, 30 കൊല്ലം ഗൾഫിൽ അധ്വാനിച്ച് ഒരു വീടൊക്കെ ഉണ്ടാക്കി, സാധാരണക്കാരായ ശരാശരിക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, വീടൊക്കെ ഉണ്ടാക്കി മക്കളെയൊക്കെ അത്യാവശ്യം പഠിപ്പിച്ച് നാട്ടിൽ വന്നാൽ ഒരു ചികിത്സ അഭിമുഖീകരിക്കാൻ അയാൾക്ക് കഴിയില്ല. ഒരു ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തിൻ്റെ ചെലവ് മീറ്റ് ചെയ്യാൻ അയാൾക്ക് കഴിയില്ല, സാധ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ ആശങ്കയിലാണ് എല്ലാവരും. എന്ത് ചെയ്യും? ഇത്തരം ഘട്ടങ്ങളിലാണ് ഇൻഷുറൻസ് മനുഷ്യൻ്റെ സഹായത്തിന് വരുന്നത്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പലിശ കച്ചവടമല്ല. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലാഭമുണ്ടാക്കി തരുന്ന ഒരു ബിസിനസ്സും അല്ല. പിന്നെയോ നഷ്ടത്തിൽ പങ്കാളിത്തമാണ്. നിങ്ങളുടെ നഷ്ടം ലഘൂകരിക്കുക, അല്ലെങ്കിൽ നഷ്ടത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുക, നിങ്ങളുടെ നഷ്ടത്തിൽ നിങ്ങളോടൊപ്പം പങ്കാളിയാവുക. ഇതാണ് ഇൻഷുറൻസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പണം ഉണ്ടാക്കി തരൽ ഇൻഷുറൻസിൻ്റെ ഉദ്ദേശമല്ല. നിങ്ങൾക്കൊരു നഷ്ടം വരുമ്പോൾ, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ അത് ലഘൂകരിക്കുക, നിങ്ങൾക്ക് താങ്ങാവുന്ന വിധത്തിലാക്കി തീർക്കുക. ഇതാണ് ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇത് ഉമറിൻ്റെ കാലത്ത് നടപ്പിലാക്കിയിട്ടുള്ള സംഗതിയാണ്. ഇൻഷുറൻസിൻ്റെ ആദ്യ രൂപം നമുക്കത് അവിടെ കാണാം. ദമസ്കസിലെ തെരുവുകളിലൂടെ ഉമർ ഒരിക്കൽ നടക്കുമ്പോൾ അവിടെ ജോലി ചെയ്യാൻ കഴിയാത്ത ധാരാളം ആളുകളെ കണ്ടെത്തി. ജോലി ചെയ്യാൻ സാധിക്കാത്ത വൃദ്ധരായ ധാരാളം ആളുകളുണ്ട്. അവർ യാചിച്ചാണ്, ഭിക്ഷ എടുത്താണ് ജീവിക്കുന്നത്. ഉമർ പറഞ്ഞു, ഇവരിൽ നിന്ന് നാം നല്ല കാലത്ത് നികുതിയൊക്കെ വാങ്ങിയിരുന്നല്ലോ, ഇവർക്ക് നാം പെൻഷൻ കൊടുക്കണം. ഒരുപക്ഷെ ഇന്ന് നാം കാണുന്ന സോഷ്യൽ പെൻഷൻ്റെ, സാമൂഹിക പെൻഷൻ്റെ ഒരാദ്യ രൂപം എന്ന് വേണമെങ്കിൽ ഉമറിൻ്റെ ഈ പ്രവർത്തനത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റും. നാം നമുക്ക് കഴിയാവുന്ന ഒരു സംഖ്യ നിക്ഷേപിക്കുന്നു. നമ്മളും ആ കമ്പനിയും തമ്മിൽ ഒരു ധാരണയിൽ എത്തുന്നു. ആ ധാരണ, എനിക്ക് രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം എന്നുള്ളതാണ്. എനിക്ക് രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം, എൻ്റെ ചികിത്സാ ചെലവ് നിങ്ങൾ വഹിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചികിത്സാ ചെലവ് വഹിക്കണമെന്ന ഒരു ധാരണയിൽ നമ്മളും ഒരു കമ്പനിയും തമ്മിൽ ഒരു കരാറിലെത്തുന്നതിൻ്റെ പേരാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മറ്റ് ഇൻഷുറൻസുകളെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല, മുമ്പ് ഞാൻ ഖുത്ബകളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ധാരണയിൽ നമ്മുടെ ചികിത്സാ ചെലവ് ഒരു കമ്പനി ഏറ്റെടുക്കുന്നു. ആ കമ്പനിക്ക് നാം ഒരു പ്രീമിയം അടക്കുന്നു. അവരും നമ്മളും തമ്മിൽ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അത് മുന്നോട്ട് പോകുന്നു. ഇതിലെവിടെയാണ് പലിശ വരുന്നത്? ഇതിലെവിടെയാണ് ബിസിനസ് ഉണ്ടാകുന്നത്? ഇനി നമുക്ക് രോഗം വന്നില്ല എങ്കിൽ നല്ലത്, നാം അടച്ച കാശ് ആ കമ്പനിക്ക് പോകുന്നു. ഈ രീതിയിൽ മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും കവർ ചെയ്യുന്ന, മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് ഇൻഷുറൻസ്. ഖുർആനിൽ പറയുന്നു, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയിൽ നിങ്ങൾ സഹകരിക്കണം. ഇത് സാമൂഹ്യമായ ഒരു സുരക്ഷാ സംവിധാനമാണ്. നന്മയിൽ നിങ്ങൾ സഹകരിക്കണം. നിങ്ങൾ നോക്കൂ, ഈ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ പിരിവെടുക്കുന്ന ഈ കമ്മിറ്റികൾ മനുഷ്യന്മാർക്ക് ഇൻഷൂർ ചെയ്യാൻ വേണ്ടി നടന്നപ്പോരെ? എല്ലാ മഹല്ലുകളിലുള്ള, എല്ലാ നാടുകളിലും പ്രദേശങ്ങളിലുള്ള, ഗ്രാമങ്ങളിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കി കൊടുത്താൽ പിന്നെ ഇവർ ഈ ചാരിറ്റി പ്രവർത്തനത്തിന് നടക്കേണ്ടതില്ലല്ലോ, കരയിക്കേണ്ടതില്ലല്ലോ, കരയിപ്പിക്കേണ്ടതില്ലല്ലോ, മനുഷ്യനെ അപമാനിക്കേണ്ടതില്ലല്ലോ, കത്തും കൊടുത്ത് വിടേണ്ടതില്ലല്ലോ, എൻ്റെ മോനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് വരേണ്ടതില്ലല്ലോ. ഈ കാർഡും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ പോരെ? ഇന്ന് മിക്ക ഹോസ്പിറ്റലുകളും ഇൻഷുറൻസ് സ്വീകരിക്കുന്നുണ്ട്. അവിടെ വെച്ച് ഇവർക്ക് ചികിത്സ ലഭ്യമാണ്. അത് എത്ര ലക്ഷമാണെങ്കിലും അത് പിന്നെ ഇൻഷുറൻസ് കമ്പനി നോക്കിക്കൊള്ളും. പക്ഷെ ഈ ബിസിനസ് നടക്കൂല. നിങ്ങൾ കോടികൾ അയക്കണം, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കണം. അത് നടപ്പിലാക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഓരോ മഹല്ല് കമ്മിറ്റിയും ചെയ്യേണ്ടത്, ഓരോ സംഘടനകളും ചെയ്യേണ്ടത്, ഇത്തരത്തിൽ മനുഷ്യന്റെ നന്മ ആഗ്രഹിക്കുന്ന ചാരിറ്റി പ്രവർത്തകർ ചെയ്യേണ്ടത്, നിങ്ങൾ സാധാരണക്കാരായ ആളുകളെ സമീപിച്ച് അവർക്ക് നിങ്ങൾ ഒരു ഇൻഷുറൻസ് ഉറപ്പുവരുത്തുക. ഫാമിലി ഇൻഷുറൻസ്. ഒരു കുടുംബത്തിൽ 5 മെമ്പർമാരുണ്ടെങ്കിൽ 5 മെമ്പർമാരെയും കൂടി ഉൾപ്പെടുത്തുന്ന ഒരു കവറേജ് അവർക്ക് കൊടുക്കുക. ഈ കോടികളൊന്നും വേണ്ട. ഇത്രമാത്രം നിങ്ങൾ ചെലവഴിക്കുന്ന കോടികളുണ്ടല്ലോ, ലക്ഷങ്ങൾ വേണം, കോടികൾ വേണം എന്ന് പറഞ്ഞിട്ടുള്ള നിലവിളിയുണ്ടല്ലോ, അതൊന്നും വേണ്ട. നിങ്ങൾ ഏതെങ്കിലും സ്പോൺസർമാരെ കണ്ടെത്തിയാൽ മതി. എന്നിട്ട് ഒരു ഗ്രാമത്തിൽ ഉള്ള എല്ലാ ആളുകൾക്കും ഇൻഷുറൻസ് ഏർപ്പെടുത്തി കൊടുക്കുക. ഇത് ഇസ്ലാമികമായ പ്രവർത്തനമാണ്. ഇത് ദീനിയായ പ്രവർത്തനമാണ്. മനുഷ്യനെ ആശങ്കകളിൽ നിന്നും, ആധികളിൽ നിന്നും, ഭയത്തിൽ നിന്നും മനുഷ്യർക്ക് മുക്തി നൽകുന്ന പ്രവർത്തനമാണ്. ഇതാണ് ഫക്കു റഖബ എന്ന് പറയുന്നത്. ഖുർആനിൽ പറയുന്നില്ലേ, ഫക്കു റഖബ, മനുഷ്യനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക. ഈ അടിമത്തം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കൽ മാത്രമല്ല. ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. നിങ്ങൾ നോക്കൂ, ജപ്തി വരുന്നു. എന്തിന്? ചികിത്സക്ക് പണം എടുത്തിട്ട് ജപ്തി വരുന്നു. ഇത് അടിമത്തമല്ലേ? ആ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കലാണത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും ഒരു പരിശോധന നടത്തണമെന്ന് പറഞ്ഞ് പരിശോധന നടത്തി ഒരു രോഗം സ്ഥിരീകരിക്കുമ്പോഴേക്ക് പിന്നെ അതിനപ്പുറത്തുള്ള ഉത്കണ്ഠ എന്താണ്? ഇനി എന്നെ ചികിത്സിച്ചാൽ എൻ്റെ ഭാര്യയും മക്കളും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമോ? എവിടെയാണ് പണമുള്ളത്? ഞാൻ എങ്ങനെയാണ് ചികിത്സിക്കുക? ഈ ആധിയിൽ നിന്ന്, ഭയത്തിൽ നിന്ന് മനുഷ്യന് മുക്തി നൽകുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ് മഹല്ലുകൾ വേണ്ടത്. മഹല്ലുകൾ ചെയ്യേണ്ടത് പരസ്പരം തമ്മിലടിച്ച് കേസ് കൊടുക്കലല്ല, എനിക്ക് പ്രസിഡന്റ് ആകണം, എനിക്ക് സെക്രട്ടറി ആകണം എന്ന് പറഞ്ഞ് മത്സരിക്കലല്ല, ആരെയെങ്കിലും ഗാഫറാക്കലോ മുർത്തദാക്കലോ പള്ളിയിൽ നിന്ന് പുറത്താക്കലോ അകത്താക്കലോ അല്ല. മറിച്ച് ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക്, മതജാതി ലിംഗഭേദമന്യേ ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കയിൽ നിന്നും മുക്തി നൽകുന്നതിന്റെ പേരാണ് മഹല്ല് സംവിധാനം എന്ന് പറയുന്നത്. അതാണ് ചെയ്യേണ്ടത്. ഈമാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഈമാൻ എന്ന പദം അമ്നിൽ നിന്നുണ്ടായതാണ്.
സുരക്ഷിതത്വമാണത്, ഭയമുക്തിയാണത്. 4 തരം ഭയങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് ഈമാൻ എന്ന് പറയുന്നത്. 4 തരം ഭയങ്ങളിൽ നിന്നുള്ള മുക്തി. 1, കഷ്ടനഷ്ടങ്ങളെക്കുറിച്ചുള്ള ഭയം. 2, രോഗങ്ങളെക്കുറിച്ചുള്ള ഭയം. 3, അധികാര സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ഭയം. 4, മരണത്തെക്കുറിച്ചുള്ള ഭയം. ഈ 4 ഭയങ്ങളിൽ നിന്ന് മുക്തിയിലുള്ള ഒരു മനസ്സിനാണ് ഈമാനുള്ള മനസ്സെന്ന് പറയുക. ഇത് മഹല്ലുകളുടെ പരിപാടിയായിരിക്കണം, സംഘടനകളുടെ പരിപാടിയായിരിക്കണം. ഒരു സംഘടനയിൽ അംഗത്വം എടുക്കുമ്പോൾ അയാൾക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഒരു മഹല്ലിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഇങ്ങനെയായാൽ, പ്രവാചകന്റെ കാര്യം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആളുകൾ മരണപ്പെട്ട് മയ്യത്തുമായിട്ട് വന്നാൽ പ്രവാചകൻ പറയാറുണ്ടായിരുന്നു അത്രേ. ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നിങ്ങളിൽ ആർക്കെങ്കിലും കടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അവശരായ പിൻഗാമികളുണ്ടെങ്കിൽ, തീർച്ചയായും അന ഔലാ ബിൽ മുഅ്മിനി മിൻ നഫ്സിഹി മൻ തറക ദയ്യിനൻ ഔ ളിയാഅൻ ഫഇലയ്യ. കടമുള്ളവൻ മരിച്ചാൽ ആ കടം ഞാൻ വീട്ടും. നബി പറയാണ്, ഞാൻ വീട്ടും. അവശരായ പിൻഗാമികളുണ്ടെങ്കിൽ അവരുടെ കാര്യം ഞാൻ നോക്കും. ഇങ്ങനൊരു നേതൃത്വം ഉണ്ടെങ്കിൽ പിന്നെ മരിക്കാൻ ആർക്കാ പേടി? ഇങ്ങനൊരു നേതൃത്വം ഉണ്ടെങ്കിൽ പിന്നെ ജീവിതത്തെക്കുറിച്ച് ആർക്കാ ആദി? എന്താണ് ആശങ്ക? മഹല്ലിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുപോയാൽ ആ മഹല്ലിലെ പ്രസിഡന്റ് പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്, പ്രശ്നമില്ല. ഇങ്ങനെയല്ലേ ആവേണ്ടത്? ഇതല്ലേ നേതൃത്വം എന്ന് പറയുന്നത്? പ്രവാചകൻ പറയുന്നു, അന ഔലാ ബിൽ മുഅ്മിനി മിൻ നഫ്സിഹി മൻ തറക ദയ്യിനൻ ഫഇലയ്യ. കടമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വാ. റസൂലിൻ്റെ കുടുംബക്കാരനൊന്നുമല്ല, പ്രവാചകൻ്റെ ആരുമല്ല. പക്ഷെ റസൂൽ പറയുന്നു, എൻ്റെ അടുത്ത് വാ. മഹല്ല് പ്രസിഡന്റ്, അതാണ് ആ സ്ഥാനം. ഖാദി, ഇങ്ങോട്ട് വാ, ഞാൻ വീട്ടാം. ഇത് പറയാൻ കഴിയണമെങ്കിൽ ഇത്തരം ആളുകളെ ഏറ്റെടുക്കുന്ന സംവിധാനങ്ങൾ മഹല്ലുകളിൽ ഉണ്ടാകണം. ഏതൊരു മനുഷ്യൻ്റെയും പ്രശ്നങ്ങൾ, ഞാൻ മുമ്പ് പള്ളികളെക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞിരുന്നു, പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള സ്ഥലമാണ്, ഇടമാണത്. മസാബത്തൽ ലിന്നാസി വ അംനൻ, ഖുർആൻ അങ്ങനെയാണ് അതിനെ നിർവചിച്ചിരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും പള്ളി പോയി പറ എന്ന് പറഞ്ഞാൽ തീരാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴല്ലേ അത് പരിഹാസമായത്, ഇപ്പോഴല്ലേ അത് കളിയാക്കലായത്. പള്ളി പോയി പറ എന്ന് പറഞ്ഞാൽ, പള്ളിയിൽ പോയി പറഞ്ഞാൽ തീരാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്ന് മഹല്ല് കമ്മിറ്റികൾ വരേണ്ടത് ഈ അർത്ഥത്തിലാണ് എന്നർത്ഥം. പ്രവാചകൻ ഒരു ഗോത്രത്തെ അഭിനന്ദിച്ച് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അശ്അരി ഗോത്രമുണ്ട് മദീനയിൽ. ഈ അശ്അരി ഗോത്രക്കാരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ അശ്അരിയീന ഇദാ അർമലു ഫിൽ ഗസ്വി ഔ ഖില്ലി തആമി ജമഉ മാ കാന ഇൻദഹും ഫീ സൗബിൻ വാഹിദിൻ സുമ്മ ഖ്തസമൂഹു ബൈനഹും ഫീ ഇനാഇൻ വാഹിദ ബിസ്സവിയ്യ. അശ്അരികൾക്കൊരു ഗുണമുണ്ട്, റസൂൽ പറയാണ്, അശ്അരികൾക്കൊരു ഗുണമുണ്ട്. അവരിൽ ആരെങ്കിലും ദരിദ്രനായാൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും രോഗം വന്നാൽ, അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ കുടുംബത്തെ പട്ടിണി കിടക്കാൻ സമ്മതിക്കൂല. എന്നിട്ട് അവരുടെ കയ്യിലുള്ളതെല്ലാം ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് അതെല്ലാവർക്കും ഒരുപോലെ വീതിക്കും. ഇൻഷുറൻസിന്റെ ഒരു പ്രാകൃത മാതൃക എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് റസൂൽ പറയുന്നു, ഫഹും മിന്നി വ അന മിൻഹും. യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സമൂഹത്തിന്റെ പരിച്ഛേദം അവരാണ്, മാതൃകയാണവർ. ഇന്ന് നമുക്ക് അങ്ങനെയുള്ള സമൂഹങ്ങളെ കാണാൻ കേട്ടോ. വീഴാൻ സമ്മതിക്കാത്ത ആളുകളുണ്ട്, തകരാൻ സമ്മതിക്കാത്ത ആളുകളുണ്ട്. എല്ലാവരും കൂടി താങ്ങിപ്പിടിച്ചിങ്ങനെ സംരക്ഷിക്കുന്ന ധാരാളം ആളുകളുണ്ട്, കുടുംബങ്ങളുണ്ട്, രാജ്യങ്ങളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. പക്ഷേ ഗവൺമെന്റ് ആ അർത്ഥത്തിലുള്ള എല്ലാ സർവീസ് മേഖലകളിൽ നിന്നും പിന്മാറുന്ന കാലഘട്ടത്തിൽ നാം ചെയ്യേണ്ടത് അതിനുള്ള ബദൽ സംവിധാനം ഓരോ നാടും ഏറ്റെടുക്കണം. ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റെടുക്കണം. അതിന് പറ്റുന്നില്ലെങ്കിൽ മഹല്ല് സംവിധാനങ്ങൾ, ചർച്ച സംവിധാനങ്ങൾ, അമ്പല സംവിധാനങ്ങൾ, സംഘടനകൾ എല്ലാവരും ഏറ്റെടുക്കണം. എന്നിട്ടൊരു നാട്ടിലുള്ള ആളുകളെ അവർക്ക് എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ, എല്ലാവരും ആ അർത്ഥത്തിൽ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്താൻ ഇത്തരത്തിൽ എല്ലാവർക്കും ബാധ്യതയുണ്ട്. മഹല്ലുകൾ അതിന് മുൻപന്തിയിൽ ഇറങ്ങണം. തീർച്ചയായിട്ടും ധാരാളം സ്പോൺസർമാരെ കിട്ടും. അല്ലാതെ ചികിത്സിച്ച് നേരമണ്ണം മരിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ക്യാൻസർ ബാധിച്ചൊരു മനുഷ്യൻ ആശുപത്രി കിടന്നു, ശരാശരിക്കാരൻ. അയാൾക്ക് ആകെപ്പാടുള്ളത് ഒരു വീടും കൂടിയാണ്. അയാൾ കീമോ ചെയ്തു, ആശുപത്രിയിൽ പോയി, വീണ്ടും പോയി, പലതും ചെയ്തു, ലക്ഷങ്ങൾ ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. അയാളുടെ വീട് ജപ്തിയിലാണ്, ബാങ്കിലാണ്, ലോണിലാണ്. അയാൾ മരിക്കുമ്പോൾ നേരമണ്ണം മരിക്കാൻ പറ്റും? അയാളുടെ മനസ്സിൽ എന്തൊക്കെ തരത്തിലുള്ള ആധികളും ആശങ്കകളും ഉണ്ടാകും? ഞാൻ മരിക്കുന്നതോടുകൂടി എൻ്റെ കുടുംബം തെരുവിലായി പോകൂലേ എന്ന ആശങ്ക ഉണ്ടാവില്ലേ? ഒരു മനുഷ്യനെ മനസ്സമാധാനത്തോടു കൂടി മരിക്കാൻ അനുവദിക്കേണ്ടത് യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ബാധ്യതയല്ലേ? ഇത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ, എല്ലാവരും ആരോഗ്യ മേഖലയിൽ ഇൻഷുർ ചെയ്താൽ സംഭവിക്കുന്ന ചില ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്,
എല്ലാവർക്കും ചികിത്സ ലഭ്യമാകും. പണക്കാർക്ക് മാത്രം ലഭ്യമാകുന്ന ചികിത്സയിൽ നിന്ന് എല്ലാവർക്കും ചികിത്സ ലഭ്യമാകും. സമത്വം എന്ന് പറയുന്ന ആശയം അവിടെ പൂർത്തീകരിക്കപ്പെടും. എല്ലാവർക്കും ചികിത്സ ലഭ്യമാകും. 2, മനുഷ്യന്റെ ജീവിതം ലളിതവും ഭയമുക്തവുമായി തീരും. 3, ബാധ്യതകളിൽ നിന്ന് മുക്തരാകും. കടത്തെക്കുറിച്ച് പേടിക്കേണ്ടതില്ല. 4, സുരക്ഷിതത്വ ബോധമുള്ളവരായി തീരും. അപ്പം തന്നെ രോഗം ഉണ്ടാവില്ല. സുരക്ഷിതത്വ ബോധമുള്ളവരായാൽ തന്നെ രോഗമുണ്ടാവില്ല. 5, ആത്മവിശ്വാസമുള്ളവരായി തീരും. ഫലത്തിൽ ശക്തമായ ഒരു സാമൂഹിക ഘടന അതുമൂലം ഉണ്ടായിത്തീരും. ഇത്തരത്തിലുള്ള നിലവിളികളൊക്കെ നമ്മൾ നോക്കൂ. നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഏതൊക്കെ തരത്തിലുള്ള നിലവിളികളാണ്. ഇവരെ പോയിട്ട് കരയിപ്പിക്കുകയാണ്. കരഞ്ഞു പറ, നിലവിളിക്ക് പോരാ, അങ്ങനെ വീണ്ടും റീടേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത്. റീടേക്ക് എടുക്കുകയാണ്. ആദ്യത്തെ കരച്ചിൽ പോരാ, നിങ്ങൾ ഒന്നുകൂടി കരയണം, ഉറക്ക കരയണം, നിലവിളിക്കണം, കണ്ണീര് വരണം എന്ന് പറഞ്ഞിട്ട് റീടേക്ക് എടുത്ത് കരയിപ്പിച്ചിട്ടാണ് ഈ ചാരിറ്റി മാഫിയ എന്ന് പറയുന്ന സംഘങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ മനസ്സിലുള്ള നന്മയുടെ, അൻപിന്റെ, അനുകമ്പയുടെ, കരുണയുടെ ആ മർമ്മത്തിലാണ് ഇവർ കൈവെക്കുന്നത്. കരച്ചിൽ കണ്ടാൽ നമുക്ക് മനസ്സിളകി പോകില്ലേ? എന്നിട്ട് അതിലേക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയോ നമ്മൾ കേൾക്കുന്നു, എന്തൊക്കെയോ നമ്മൾ കാണുന്നു, എന്തൊക്കെയോ നമ്മൾ അറിയുന്നു. ഇതൊക്കെ ഇല്ലാതാകാനുള്ള ഒരൊറ്റ മൂലി എല്ലാവരും ഇനി മഹലൊന്നും ചെയ്യുന്നില്ല എന്ന് വെക്കുക. എങ്കിൽ വ്യക്തിതലത്തിൽ എൻ്റെ ഈ ഖുത്ബ കേൾക്കുന്ന നിങ്ങളോടും ഇനി മറ്റ് മേഖലകളിലൂടെ കേൾക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ഇനി താമസിപ്പിക്കരുത്. അത് തവക്കുലിൻ്റെ ഭാഗമായി, ഈമാനിൻ്റെ ഭാഗമായി നമ്മൾ കാണണം. നമ്മുടെ കുടുംബത്തിനും നമുക്കും സന്തോഷത്തോടെ നിർഭയമായി ജീവിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് അതിനെ കാണണം. അല്ലാതെ ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ ഹറാമിൻ്റെ ഫത്വ നൽകുന്ന മൊല്ലമാർ, ഈ മൊല്ലമാർ തന്നെയാണ് പിന്നീട് നിലവിളിച്ചു കൊണ്ടുവരുന്നത്. അതിൽ കുടുങ്ങരുത്. നാം നമ്മുടെ ജീവിതം, അള്ളാഹു നമ്മോട് പറഞ്ഞിരിക്കുന്നത് തുമഇനീനത്തോടുകൂടി ജീവിക്കണം എന്നാണ്. തുമഇനീനത്തെന്ന് പറഞ്ഞാൽ നിർഭയരായി ജീവിക്കണം, മനഃശാന്തിയോടുകൂടി ജീവിക്കണം, സമാധാനത്തോടു കൂടി ജീവിക്കണം. അതിനുള്ള സംവിധാനങ്ങൾ ഇന്നത്തെ ലോകത്തെമ്പാടുമുണ്ട്. ഹറാമാകുന്നത് എപ്പോഴാണ്? നാം ചൂഷണം ചെയ്യുമ്പോഴാണ്. ഒരു സംഗതി ഹറാമാകുന്നത് എപ്പോഴാണ്? അത് ചൂഷണാത്മകമാകുമ്പോഴാണ്. നിങ്ങൾ പലിശ വാങ്ങുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ പലിശക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മളും ഒരു കമ്പനിയും തമ്മിലുള്ള കരാറാണ്. അതുകൊണ്ട് ആ വിധം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതം ലളിതമാക്കുവാനും നമ്മുടെ ജീവിതം പരമാവധി നിർഭയമാക്കുവാനും എല്ലാവരും മുന്നോട്ട് വരണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വ അസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈൻ محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദര സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. ഇക്കഴിഞ്ഞ ആഴ്ച കേരളത്തിലൊരു വിവാദമുണ്ടായി. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലൊരു പെൺകുട്ടി എറണാകുളത്തുള്ള ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്ത് ആ കുട്ടിയോടുള്ള സദസ്സിലെ ഒരു ചോദ്യത്തിന് കുട്ടിക്കറിയാവുന്ന വിധത്തിൽ ഒരു മറുപടി പറഞ്ഞു. 16 വയസ്സുള്ള ഒരു കുട്ടിയാണ്. നല്ല മറുപടി, ഒരു ശരാശരി പെൺകുട്ടിയിൽ നിന്ന് കേൾക്കാവുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ബുദ്ധിപരമായ ഒരു മറുപടി. ചോദ്യം ഇതായിരുന്നു: പെൺകുട്ടികൾ പള്ളിയിൽ പോകുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അതൊരു സാംസ്കാരികമായ സംഗതിയാണ്, മതപരമായി അതിന് വിലക്കൊന്നുമില്ല. നല്ല മറുപടിയാണ്. എവിടെയും തൊടാതെ ആ കുടുംബത്തിൻ്റെ മാനമൊക്കെ കാത്തുകൊണ്ടുള്ള ഒരു പക്വമായ മറുപടിയാണ്. പക്ഷേ അത് വന്നതോടുകൂടി
ആകെ ബഹളമായി. എല്ലാവരും അതങ്ങ് ഏറ്റെടുത്തു, അനുകൂലിച്ചും പ്രതികൂലിച്ചും. അതോടുകൂടി ഈ കുട്ടിയും കുടുംബവും പ്രതിരോധത്തിലായി. അങ്ങനെ കുട്ടിയുടെ ഉപ്പ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം വന്ന് പറഞ്ഞു, എൻ്റെ മോക്ക് തെറ്റുപറ്റിയതാണ്, ക്ഷമിക്കണം. അദ്ദേഹം ഇത് പറഞ്ഞത് മനസ്സ് തട്ടിയാണോ അല്ലേന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ആ വിഷയത്തിൻ്റെ മെറിറ്റിലേക്കൊന്നുമല്ല പോകുന്നത്. ആ വിഷയം എന്തോ ആവട്ടെ, അത് ഒരുപാട് കാലമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഞാൻ പറയുന്നത്, ഇവിടെ ആ കുട്ടി ഇനി എങ്ങനെയാണ് സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതാണ്. അതുപോലുള്ള കുട്ടികൾ എങ്ങനെയാണ് എഴുന്നേറ്റ് നിൽക്കുക? 10ാം തരം പാസ്സായ ഒരു കുട്ടി സമ്മാനം വാങ്ങാൻ വേണ്ടി സ്റ്റേജിൽ വന്നപ്പോൾ ഇറക്കി വിട്ട മുസ്ലിയാരും ഈ കുട്ടിയുടെ പിതാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ മുസ്ലിയാർ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടു. ഈ പിതാവ് സമൂഹത്തിന് മുന്നിൽ ഈ പെൺകുട്ടിയെ അപമാനിച്ചു. യഥാർത്ഥത്തിൽ അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ആശയപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കുട്ടിയെ തിരുത്താമായിരുന്നു സ്വകാര്യമായിട്ട്. പക്ഷേ സമൂഹത്തിൽ തനിക്കുള്ള സ്ഥാനത്തെ, അല്ലെങ്കിൽ തനിക്കുള്ള പദവിയെ, അല്ലെങ്കിൽ തനിക്കുള്ള വിലാസത്തെ ബാധിക്കും എന്ന് കണ്ടപ്പോൾ തൻ്റെ സ്വന്തം മകളെ അവളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം വകവെക്കാതെ, അവൾക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു എന്ന അഭിമാനമുണ്ടാകാതെ തിരുത്തുക എന്ന പേരിൽ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് വലിയ ഒരു ദുരന്തമാണ്. ആ കുട്ടിയും അതുപോലുള്ള കുട്ടികളും ഇനി സമൂഹത്തിൽ എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് യഥാർത്ഥത്തിൽ ഒന്നറക്കും. അതുതന്നെയായിരുന്നു പുരോഹിതന്മാർക്ക് ആവശ്യം. അത് വകവെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. വിഷയത്തിൻ്റെ മെറിറ്റിനപ്പുറത്ത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു സമൂഹത്തിന് മുന്നിൽ പറയാനുള്ള കുട്ടികളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ നാവരിയുകയാണ് ഇത്തരം സമീപനങ്ങളിലൂടെ ചെയ്യുന്നത്. ബഹളം വെക്കുന്ന പുരോഹിതന്മാർക്ക് ലക്ഷ്യങ്ങളുണ്ടാകാം, പക്ഷേ അതിന് ആ ലക്ഷ്യങ്ങളോടൊപ്പം നിൽക്കുകയല്ല പക്വമായൊരു നേതൃത്വത്തിൻ്റെ ധർമ്മം. സമൂഹത്തിൻ്റെ താഴ്ന്ന നിലപാടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയല്ല, പിന്നെയോ തങ്ങളുടെ ഉയർന്ന നിലപാടുകളിലേക്ക് സമൂഹത്തെ വളർത്തുകയാണ് നേതൃത്വം ചെയ്യേണ്ടത്. നേതൃത്വം മാപ്പ് പറയുന്ന മാപ്പ് സാക്ഷികളാകരുത്, മറിച്ച് തങ്ങളോടൊപ്പം നടക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന, പ്രാപ്തമാക്കുന്ന ധൈഷണികമായ സത്യസന്ധതയാണ് നേതൃത്വത്തിന് ആവശ്യമായിട്ടുള്ളത്. അല്ലാതെ സമൂഹത്തിൻ്റെ കൂടെ എപ്പോഴും താഴേക്കിടയിൽ ചളിയിലേക്ക് ഇറങ്ങി നിന്ന് വർത്തമാനം പറയുന്നവർക്ക് നേതാക്കളെന്ന് പറയില്ല. എപ്പോഴും തങ്ങളോടൊപ്പം നടക്കാൻ, കൈപിടിച്ചുയർത്താൻ, സമൂഹത്തെ എപ്പോഴും മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നേതാക്കൾ. അങ്ങനെയുള്ള നേതാക്കളായി മാറാൻ സ്വന്തം മക്കളോടെങ്കിലും നീതി പുലർത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് തയ്യിബ് സറാഹും വജഅൽ ജന്നത മഅവാഹും റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ الذين സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലല്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. وآخر الدعاء الحمد لله.